കോഴിക്കോട് ഈ കോവൂരിലെ അഴുക്കുചാലിൽ വീണ് കാണാതായ ആൾക്കുള്ള തെരച്ചിൽ രാവിലെ 7 മണിക്ക് ആരംഭിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കോവൂർ സ്വദേശി ശശിക്ക് വേണ്ടി ഉള്ള തെരച്ചിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിലാണ് ഈ ഓട കര കവിഞ്ഞ് ഒഴുകിയത് തോട്. അതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഈ തെരച്ചിൽ ഇന്ന് 7 മണിക്ക് ആരംഭിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. തെരച്ചിൽ ആരംഭിച്ചോ? ഒഴുക്കിപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് ഇംതിയാസ്? മോദി ഈ ഫയർഫോഴ്സ് സംഘം പറഞ്ഞതുപോലെ തന്നെ അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഒരു ഊർജിതമായ തിരച്ചിലിലേക്ക് സംഘം കടക്കും. നാട്ടുകാരുടെയൊക്കെ പിന്തുണയോടെയാണ് ആ തിരച്ചിൽ നടക്കുക. ഇന്നലെ രാത്രി ആദ്യഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം ഈ ശശി എന്ന് പറയുന്നയാൾ ഈ അഴുക്കുചാലിലേക്ക് വീണ സമയത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലെല്ലാം തിരച്ചിൽ നടന്നത്. പക്ഷേ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു കണ്ടെത്താനൊന്നും സാധിക്കാതെ വന്നതോടെയാണ് കൂടുതൽ ഫയർഫോഴ്സിനെ അടക്കം അങ്ങോട്ടേക്ക് എത്തിച്ചത്. അങ്ങനെ ഇന്നലെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നീണ്ട തിരച്ചിൽ കൃത്യമായി തന്നെ നടത്തിയിരുന്നു. പക്ഷെ കണ്ടെത്താനായിട്ടില്ല. നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടു കൂടി കോഴിക്കോട് നഗരത്തിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം കനത്ത മഴയുണ്ടായിരുന്നു. ഈ മഴ പെയ്യുന്നതോടു കൂടി തന്നെ ഈ തോട്ടിലെ, അതായത് ഈ അഴുക്കുചാലാണെങ്കിലും കുറച്ച് വീതിയുള്ള ഭാഗമാണ്, അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു സമയം കൂടെയായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ആ സമയത്താണ് ഈ ശശി എന്ന് പറയുന്നയാൾ ഈ മാതൃഭൂമിയുടെ ബസ് സ്റ്റാൻഡിന്റെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ, അങ്ങോട്ടേക്ക് കയറി നിന്നത്. ആ സമയത്ത് അബദ്ധത്തിൽ വീഴുകയായിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാരെല്ലാം സൂചിപ്പിച്ചതാണ്. ഇന്നലെ ഒരു 3 കിലോമീറ്റർ ദൂരപരിധിയോളം ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ, അതല്ലെങ്കിൽ ആ 3 കിലോമീറ്റർ പരിധിക്കപ്പുറം ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ടോ എന്നതാണ് ഇന്ന് കാര്യമായി പരിശോധിക്കേണ്ടത്. അതിന് ഒരുപക്ഷെ ഊർജിതമായി കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫോഴ്സിനെ ഇന്നിറക്കി പരിശോധിക്കുക, ആളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ആ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. കൂടുതൽ ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. കൂടുതൽ സംവിധാനങ്ങളും ഉണ്ടാകും. എന്തായാലും ആ തിരച്ചിൽ അല്പസമയം കൂടെ കഴിഞ്ഞാൽ ആരംഭിക്കും.